അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് 2024 എബ്രഹാം ഓസ്ലർ അല്ലെങ്കിൽ ഓസ്ലർ ജയറാമേട്ടൻ്റെ പടമാണ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പോയി കണ്ട പടമാണ്. കാരണം ജയറാമിനൊക്കെ നമുക്ക് അത്രക്കധികം നമുക്ക് പേര് തെറ്റാതെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കാൻ പറ്റാവുന്ന ഒരു നടനാണ്. പക്ഷേ കുറച്ച് പടങ്ങളായിട്ട് അദ്ദേഹം കുറച്ച് ക്ഷീണത്തിലായിരുന്നു. അങ്ങനെ തിരിച്ചുവരവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പടം രാവിലെ 9 മണിക്ക് പോയി പടം കണ്ട് വീട്ടിലേക്ക് എത്തിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ കാറിൽ നിന്ന് വീഡിയോ ഒഴിവാക്കിയിട്ടൊന്ന് വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി പടത്തിലേക്ക് കടക്കാം. എബ്രഹാം ഓസ്ലർ. ഇപ്പോൾ പല ആൾക്കാർക്കും സംശയം ഉണ്ടായത് 2 പേരാണെന്നും. ഇല്ല, ഇതൊരു സിംഗിൾ പേരാണ്, ഒറ്റൊരാളുടെ പേരാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പടം കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനത്തെ ഒരു ത്രില്ലറാണ് അവിടെ എടുത്ത് പറയുന്നത്. ഒരു ത്രില്ലർ സിനിമയാണ്. എന്നാൽ ഭയങ്കര മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലർ എന്ന് നമുക്കിവിടെ പറയാൻ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് മിഥുൻ മാനൻ തോമസിൻ്റെ സംവിധാനത്തിൽ വന്ന പടം കൂടിയാണ് അവിടെ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പുതിയ പഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ കുഞ്ചാക്കോ ബോബൻ്റെ പടമായിട്ടുള്ള ഈ 5-ാം പാതിര ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമ്മളെ ത്രസിപ്പിക്കുന്നില്ലെങ്കിലും പടം വേറൊരു ട്രാക്കിൽ കൂടിയാണ് പോകുന്നത്. ആ ട്രാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്റ്റ് തമിഴ് സിനിമയിൽ അവിടെ ഇവിടേക്ക് വന്ന് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഈ സംഭവം ആദ്യമായിട്ടാണ്. ഒരു സാധാരണ മെഡിക്കൽ നമ്മൾ കരുതുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഓർഗൻ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസ് സ്മഗിൾ ചെയ്യുന്ന ടീമുകളൊക്കെയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു സംഭവം മനുഷ്യരിലേക്ക് എത്തുന്നു. അത് മനുഷ്യരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത് എന്നാൽ കുറച്ച് ലൈം ലൈറ്റിലേക്ക് വരുന്നില്ല ആൾ. കുറച്ച് എന്നുണ്ടെങ്കിൽ ഒരു നിഗൂഢമായിട്ടവിടെ നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിനെ ഇതിനകത്തേക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത്. പുള്ളിയാണെങ്കിലും ചെറിയൊരു മെൻ്റലി ഇമോഷണലി ഒക്കെ വീക്കായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിനെ പിടിച്ചിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ പുള്ളി ഈ ഒരു മെഡിക്കൽ ഫീൽഡാണ് പുള്ളിയുടെ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. പുള്ളി ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ചിന്തകളിൽ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പുള്ളിയുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി കൾപ്രിറ്റിനെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പടത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഒട്ടനവധി ലിസ്റ്റാണ്. ഒരുപാട് ആൾക്കാരിനകത്ത്. പിന്നെ എല്ലാവരും സംശയിക്കുന്ന പോലെ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. അത് ഞാൻ പുറത്ത് പറയുന്നില്ല, നിങ്ങൾ പടം കണ്ട് തന്നെ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞ എല്ലാം സ്പോയിലർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വൗ ഫാക്ടർ പടത്തിൽ തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ ക്രൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഇമോഷണലി കൊണ്ടുപോകുന്ന ഒരു ത്രില്ലറാണ്. പല ആൾക്കാർ, ഇപ്പോൾ അർജുൻ അശോകനായാലും അതേപോലെ ജയറാം ആയാലും നമ്മുടെ അനശ്വര ആയാലും ഇവർക്കൊക്കെ കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പടത്തിനകത്ത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല പെർഫോമൻസ് നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ തന്നെയാണ്. നല്ല നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ ഇമോഷണൽ സീൻസൊക്കെ ശരിക്കും നമുക്കും ആ ഒരു ഇമോഷൻസ് കറക്റ്റായിട്ട് കൺവേ ആവുന്നുണ്ട്. അപ്പോൾ ട്വിസ്റ്റുകൾ ആവശ്യത്തിനൊക്കെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളും കയറി വരുന്നുണ്ട്. എബ്രഹാം ഓസ്ലർ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇമോഷണൽ ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പടം നൈസ് വാച്ചാണ്. നമുക്ക് ജയറാമിൻ്റെ ഒരു തിരിച്ചറിവായിട്ട് തന്നെ ഈ പടം കണക്കാക്കാവുന്നതാണ്. നല്ല നൈസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. മിഥുൻ മാനൻ തോമസിൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ കഥയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഓസ്ലർ ഫസ്റ്റ് മെഗാ ഹിറ്റായി 2024 മാറും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു കാഴ്ചപ്പാട്. നിങ്ങൾ പടം തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ഇട്ടേക്കാം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളും വ്യാഴാഴ്ചകളായിട്ട് വരുന്നതാണ്. അതുകൂടാതെ തന്നെ മിസ്റ്ററി എപ്പിസോഡ്സ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കരുത്. ഡെയിലി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്